അർണോസ് പാരിയെ സംബന്ധിച്ച് ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അർണവം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സമുദ്രമാണ്. ഒരു പണ്ഡിതനോ ഒരു ജ്ഞാനിയോ അല്ല, അതിനേക്കാളപ്പുറം ഒരു മഹാസമുദ്രമാണ് എന്ന് അദ്ദേഹം എഴുതിയ ആ ലേഖനം എൻ്റെ പക്കലുണ്ട്. പിന്നീട് ഒരിക്കലും അദ്ദേഹം പറഞ്ഞു, കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അർണോസ് പാതിരി 3 നൂറ്റാണ്ട് മുമ്പ് തീർത്ത ദൃഢമായ പാലത്തിന്മേൽ കൂടിയാണ് ഇന്നും പണ്ഡിതന്മാർ സഞ്ചരിക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് അഗ്രാഹ്യമായതാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വിഷയമല്ല. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ക്രൈസ്തവമായ ചരിത്ര സ്മാരകങ്ങളും ദേവാലയങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദു വർഗീയവാദികളോ മുസ്ലിം തീവ്രവാദികളോ നിരീശ്വര വിപ്ലവകാരികളോ അല്ല, സ്വന്തം പുരോഹിതന്മാരാണ്. ഇത് പറയാനുള്ള ചങ്കൂറ്റ നട്ടല് ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളത്. 53 വർഷമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ വ്യക്തിയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിന്നിട്ടുള്ളത്. 1971 ജൂലൈ മാസം 18-ാം തീയതിയാണ് പള്ളി ആദ്യമായി തീരുമാനമെടുത്തത്. അർണോസ് പാതിരിയുടെ പടിപ്പുര, ഈ വീട് പൊളിച്ചു കളയണം, അത് കേടുവന്നിരിക്കുന്നു. ബിഷപ്പ് കുണ്ടുകുളത്തിന് എഴുതിയ ഒരു കത്ത്, അപേക്ഷ, അത് ആവശ്യം കഴിഞ്ഞപ്പോൾ വേസ്റ്റ് കൊട്ടയിൽ ഇട്ടത് കൊണ്ട് എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയത് ഞാൻ ഇന്ന് സൂക്ഷിക്കുന്നുണ്ട്. അതിൽ വേദനിക്കുന്ന ഒരു വാചകം ഇതാണ്: അത് നന്നാക്കണമെങ്കിൽ വലിയ ചെലവ് വരും, അതുകൊണ്ട് പറയത്തക്ക ഉപകാരമൊന്നുമില്ല. ഒരു വയസ്സൻ മക്കളെയും പേരമക്കളെയും ഒക്കെ വളർത്തിയെടുത്ത് മരണാസന്നനായി കിടക്കുമ്പോൾ ഇനി ആ മനുഷ്യനെ ചികിത്സിച്ചതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഗൗരവമായിട്ടുള്ള ഒരു തീരുമാനം വേലൂർ പള്ളി എടുത്തു. അതിൻ്റെ അക്ഷരങ്ങൾ എൻ്റെ പക്കലാണ്. കാരണം ഈ പഴയതൊന്നും സൂക്ഷിക്കുന്ന പണിയില്ലല്ലോ. അത് വേസ്റ്റ് കൊട്ടയിൽ ദൈവാലയങ്ങളുണ്ട്, എനിക്കത് കിട്ടി. അത് 1971 ജൂലൈ മാസം 18-ന്. 1971 സെപ്റ്റംബർ മാസം 2-ാം തീയതി ഈ കത്ത് ബിഷപ്പിന് കൊടുത്തു. 1900 അപ്പൊ അതിലെന്താ എഴുതിയിട്ടുള്ളത്? ഇത് പൊളിച്ചു കളഞ്ഞിട്ട് പകരം ഇതിന്റെ കല്ലും മരവും ഉപയോഗിച്ച് വേറൊരു കെട്ടിടം പണിയുകയാണെങ്കിൽ വാടക കിട്ടും. അന്ന് എഴുതിയിട്ടുള്ള വാടക 75 രൂപ കിട്ടുമെന്നാണ്. അതും എൻ്റെ പക്കലുണ്ട്, 75. അതുകൊണ്ട് പിതാവ് ഇത് അനുവദിക്കണമെന്നാണ് ആ കത്ത്. ഈ കത്തും എൻ്റെ കയ്യിലുണ്ട്, ആർക്ക് വേണമെങ്കിലും കാണിച്ചു തരാം, ഫോട്ടോസ്റ്റാറ്റ് വേണമെങ്കിൽ അങ്ങനെയും തരാം. അപ്പൊ പിതാവിന്റെ കത്ത് 1971 നവംബർ 2-ന് ബിഷപ്പ് ഹൗസിൽ നിന്ന് കത്ത് ഒരു കടലാസിൽ അതിന്റെ മറുപടി അയച്ചു. അതെന്താ അയച്ചത്? നിങ്ങളുടെ അപേക്ഷയിൽ പറയുന്നതനുസരിച്ച് ആ പടിപ്പുര പൊളിച്ചു കളയുന്നതിന് അനുവദിച്ചിരിക്കുന്നു. അതിലുള്ള കല്ലും മരം ഉപയോഗിച്ച് നിങ്ങൾ പറയുന്നത് പോലെ കെട്ടിടം പണിയാൻ അനുവദിച്ചിരിക്കുന്നു എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, മരണപർവ്വം, വിധിപർവ്വം, മോക്ഷപർവ്വം, ഉമാപർവ്വം, ജനാപർവ്വം ഗദ്യഭാഷയിൽ കൂടി കേരളത്തിലെ ക്രൈസ്തവരും ഇതര മതസ്ഥരും ബൈബിൾ പ്രമേയം അറിയുന്നതിനേക്കാൾ 200 കൊല്ലം മുമ്പ് ബൈബിൾ പ്രമേയം കാവ്യഭാഷയിൽ കൂടി കേരളം മുഴുവൻ പ്രചരിപ്പിച്ച ഒരു മഹാൻ, ആ മഹാന്റെ വീട് പൊളിച്ചു കളയാൻ രൂപത അനുവദിച്ചിരിക്കുന്നു. അവനെ പൊളിക്കാൻ തുടങ്ങി. ദൈവാനുഗ്രഹം കൊണ്ടൊന്ന് JCB കണ്ടുപിടിച്ചിട്ടില്ല, അവിടെ ഒന്നും എത്തിയിട്ടില്ല. JCB എന്ന് പറയുമ്പോഴേക്ക് വീടിന്റെ പണി കഴിയുമായിരുന്നു. അതുണ്ടായിട്ടില്ല. അന്ന് കൊട്ടേഷൻകാരുമില്ല. കൊട്ടേഷൻകാരുണ്ടെങ്കിൽ അവർ വന്ന് ഒരു 2 ആഴ്ച കൊണ്ട് അതൊക്കെ പൊളിക്കും. അമ്മത്തെ പൊളിക്കൽ എങ്ങനെയാ? പള്ളി തന്നെ പൊളിക്കുന്നു. 10-15 ദിവസം പൊളിക്കുമ്പോൾ കുറെ ഭാഗങ്ങൾ അവിടെ മാറ്റി വെക്കുന്നു. എന്നിട്ട് അത് വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കുകയോ വിൽക്കുകയോ ലേലം ചെയ്യുകയോ ചെയ്ത് അതിന് 2 മാസം ഇന്റർവെൽ കൊടുക്കുന്നു. അതിനുശേഷം 2-ാം ഘട്ടം തുടങ്ങുന്നു. അങ്ങനെ 3-ാം ഘട്ടം. അങ്ങനെയാണ് അന്നത്തെ പൊളിക്കൽ. എന്നെ ഹൃദയത്തിലെ വലിയൊരു വേദന തോന്നി. ദൈവമേ, അർണോസ് പാതിരി താമസിച്ച വീടാണല്ലോ ഈ പൊളിച്ചു കളയുന്നത്. ഞാന് 10-ാം ക്ലാസ് TTC കഴിഞ്ഞ് വേലൂർ പള്ളി സ്കൂളിലെ ഒരു വാദ്യാര പാവപ്പെട്ട വീട്ടിൽ പഠിച്ചതാ. വിൻസെന്റ് പോളിന്റെ സഹായം കൊണ്ട് പഠിച്ചതാ. അതുകൊണ്ട് ഞാൻ എതിർക്കുക എന്ന് പറഞ്ഞ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ദൈവം എനിക്കൊരു വലിയ വേദന തന്നു. എതിർക്കണം. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പുസ്തകം വന്ന് എനിക്ക് വായിക്കാൻ പറ്റി. ഫാദർ CK മറ്റം എഴുതിയ അർണോസ് പാതിരിയെ കുറിച്ചുള്ള ഒരു പുസ്തകം.
ആ പുസ്തകം വായിച്ച് വേദന കൊണ്ട് ഞാനൊരു ലേഖനം എഴുതി. ആ ലേഖനം ഞാൻ 4 പത്രങ്ങൾക്ക് കൊടുത്തു. മാതൃഭൂമിക്ക് കൊടുത്തു, മനോരമയ്ക്ക് കൊടുത്തു, ദീപികയ്ക്ക് കൊടുത്തു, എക്സ്പ്രസിന് കൊടുത്തു. കരുണാകരൻ നമ്പ്യാരുടെ അഡ്രസ്സിലാണ് എക്സ്പ്രസിന് കൊടുത്തത്. ദീപിക എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് വളരെ ബന്ധമുള്ള പത്രമാണ്. ഞാൻ കേരള കോൺഗ്രസിലെ ഒരു പ്രവർത്തകനായിരുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും 1980 ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്ന കോസിൽ ജുഡീഷ്യൽ ബോഡിയിൽ RTA ബോർഡ് മെമ്പറും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ദീപിക പത്രമായിട്ട് ഞങ്ങൾക്ക് കുറെ ബന്ധമാണ് പാർട്ടിക്ക്. അതുകൊണ്ട് അന്ന് ഞാൻ സ്കൂളിൽ ലീവ് എടുത്ത് പത്രം പ്രചരിപ്പിക്കാൻ ഒരു പാപ്പുകുട്ടി എന്ന് പറയും, നിങ്ങൾ ആരെങ്കിലും അറിയൂ എന്ന് അറിഞ്ഞുകൂടെ, കോതമംഗലത്തുകാരൻ, ആദ്യ സർക്കുലേഷൻ, എൻ്റെ വീട്ടിൽ വന്ന് രാത്രി കിടക്കും. ഞാൻ നാളെ ലീവ് എടുക്കാതെ കൂടെ പത്രം വർദ്ധിപ്പിച്ച് 250-300 പത്രം വരെയാക്കി. ഈ പത്രത്തിൻ്റെ വർധനവ് കണ്ട് ഞാൻ പറയാതെ ആവശ്യപ്പെടാതെ എനിക്ക് ഫ്രീ പത്രം അവർ അനുവദിച്ചു. അതങ്ങനെ പോകുന്ന കാര്യം. പക്ഷെ അർണോസിന്റെ ഈ കാര്യം വന്നപ്പോൾ ദീപിക പ്രസിദ്ധീകരിച്ചില്ല. പള്ളിക്കെതിരായിട്ടുള്ള ഇതിന് എഴുതാമോ? മനോരമയും പ്രസിദ്ധീകരിച്ചില്ല, മാതൃഭൂമിയും പ്രസിദ്ധീകരിച്ചില്ല. പക്ഷേ ഞാനൊരു പരിചയമില്ലാതിരുന്ന കരുണാകരൻ പേർക്ക് ഞാൻ അയച്ച ആ ലേഖനത്തിന്റെ ആന്തരികമായ വേദനകളും നൊമ്പരങ്ങളും ഉൾക്കൊള്ളാനുള്ള ദൈവികമായ ജ്ഞാനമുണ്ടായിരുന്നു കരുണാകരൻ പേർക്ക്. അതാണ് കരുണാകരൻ നമ്പ്യാരുടെ പ്രത്യേകത. ഒരക്ഷരം വെട്ടിക്കളയാതെ 1972 ജൂൺ മാസം 18-ാം തീയതി ഞായറാഴ്ച പതിപ്പിൽ 1/2 പേജോളം എന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചു. കരുണാകരൻ നമ്പ്യാർ അറിയാത്ത മനുഷ്യൻ. അതാണ് പത്രപ്രവർത്തകന്റെ കഴിവ്, ജ്ഞാനം, ആന്തരികമായ ശക്തി. ഞാനൊരു പരിചയം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ല, ഒരു പരിചയമില്ല. അവർ തപാൽ അയച്ചു കൊടുത്തത്. പക്ഷേ അക്ഷരങ്ങളുടെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഹൃദയത്തിന്റെ വേദനകളും സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഗ്രഹിക്കാനുള്ള ജ്ഞാനശക്തി ആ പത്രപ്രവർത്തകരുണ്ടായിരുന്നു, പത്രാധിപർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ ആ ലേഖനം വന്നു. ജൂൺ മാസം 18, 22-ാം തീയതി കത്ത് പള്ളിയിലേക്ക് വന്നു. സക്രിയസ് വാർഡ് പുലന്ത വികാരി ജനറാണ്. പത്രത്തിൽ ചില ലേഖനം കണ്ടല്ലോ, അതുകൊണ്ട് അച്ഛ ഇനി ഒന്നും ചെയ്യരുത്, അത് ഇനി പൊളിക്കരുത്, ഒന്നും ചെയ്യരുതെന്ന് പിതാവ് അങ്ങേ അറിയിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കത്ത് അയക്കുന്നത്, നേരിൽ നമുക്ക് കാണാം എന്ന് പറയുന്നൊരു കത്ത്. ഈ കത്തും എൻ്റെ കയ്യിലുണ്ട്. ആവശ്യം കഴിയുമ്പോൾ ഇതൊക്കെ അവരിങ്ങനെ കൊട്ടയിലേക്കിടല്ലേ. കർത്താവിനൊക്കെ റോഡ് ഇതൊക്കെ ഇങ്ങനെ കണ്ടു കിട്ടുക. അന്ന് എനിക്ക് ഇത്ര വിലയുള്ളതായിട്ട് അന്ന് തോന്നിയിട്ടില്ല ഇതൊക്കെ. ഇപ്പൊ എനിക്കത് കോടികളുടെ വിലയുള്ള രേഖകളായിട്ട് ഞാൻ ഇപ്പൊ അത് കരുതാണ്. അങ്ങനെയാണ് അർണോസ്മാരുടെ വീട് പൊളിക്കാൻ നിർത്തിവെച്ചത്. ഇവിടെ കുണ്ടകുളം പിതാവിന്റെ മഹത്വം നാം അറിയണം. ഇത് പൊളിക്കാൻ അനുവദിച്ച പിതാവ് തന്നെ ഒരു ലേഖനത്തിന്റെ പേരിൽ നിർത്തുന്നു. ഇന്ന് ഒരു ഷമ്മാശൻ പോലും താൻ എടുത്ത തീരുമാനത്തെ തിരുത്താൻ തയ്യാറല്ല. ഒരു വൈദികൻ തയ്യാറല്ല, ഒരു കൊച്ചച്ഛൻ തയ്യാറല്ല. മഹാനായ കുണ്ടകുളം പിതാവ് ഒരു ലേഖനം വായിച്ചപ്പോൾ അത് ശരിയല്ലെന്ന് മനസ്സിലാക്കി പൊളിക്കുന്നത് നിർത്തിവെക്കാൻ ഉത്തരവിട്ട മഹാനായ പിതാവാണ് കുണ്ടകുളം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിലോ പിതാവ് എന്താ ചെയ്യാ? ആരാ ഈ ലേഖകൻ? ഒരു കള്ളിയത്ത് ഭാഷ. അയാളാരാ? അയാൾ പള്ളി സ്കൂളിലെ വാര്യാര്. ഓ, എന്റെ പള്ളി സ്കൂളിലെ ഒരു മാളോ. 24 മണിക്കൂറിന്റെ ഉള്ളിൽ ആ കെട്ടിടം പൊളിച്ചു കളയണം. അങ്ങനെ ഒരു മാഷ് ഇവിടെ ഉണ്ടാകരുത് എന്നാണ് സാധാരണഗതിയിൽ ഈഗോയുള്ള ഒരു മതാധിപൻ പറയുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കുണ്ടകുളം പിതാവിന്റെ മഹത്വം നമ്മൾ ആലോചിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിർത്ത്, സ്റ്റോപ്പ്, ഇനി അത് പൊളിക്കരുത്. പിന്നെയാണ് അതിന്റെ അപേക്ഷകളും നിവേദനങ്ങളും കൊടുത്തത്. ഇപ്പൊ പൊളിക്കാനും പാകില്ല, നന്നാക്കാനും പാകില്ല, ഒന്നിനും കാശില്ല, എല്ലാവരും എന്റെ മീതെയായി. അങ്ങനെ അച്യുത മേനോൻ 1972 10-ാം തീയതി ഡിസംബർ 10-ാം തീയതിയുടെ വന്നു. അങ്ങനെ ആദ്യമായിട്ട് സർക്കാരിന്റെ അംഗീകാരം, ചരിത്രത്തിൽ ആദ്യമായി അർണോസ് സ്മാരകത്തിൽ നൽകിയ മഹാനായ മുഖ്യമന്ത്രിയാണ് അച്യുത മേനോൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞു. 1995 അർണോസ് സ്മാരകം പ്രൊട്ടക്ട് മോണുമെന്റ് ആയിട്ട് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ആകെ ബഹളം, നാട്ടിൽ മുഴുവൻ ബഹളം, പള്ളിയിലെ ഭയങ്കര പ്രഭാഷണങ്ങള്, നാട്ടിൽ മുഴുവൻ പോസ്റ്ററുകള്, ജാഥകള്, പ്രകടനങ്ങള്, പൊതുയോഗങ്ങള്. കള്ളിയത്ത് മാഷ് പള്ളി വിറ്റു എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഞാൻ കുർബാന കഴിഞ്ഞ് പോകുമ്പോ പെണ്ണുങ്ങളൊക്കെ എന്റെ മുഖത്തേക്ക് നോക്കും. ഈ കള്ളിയത്ത് മാഷ്, പാവം കള്ളിയത്ത് മാഷ് ഇത്ര മോശമായോ? ഈ പള്ളിക്ക് എതിരായിട്ട് പള്ളി വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കേ. പെണ്ണുങ്ങളൊക്കെ എന്റെ മുഖത്തേക്ക് നോക്കും. ഞാൻ ഇപ്പൊ എന്താ പറയാ അവരോട്? എനിക്ക് വല്ലതും പറയാൻ പറ്റും?
രാജ്യമോൻ എനിക്കെതിരായി, എല്ലാവരും എനിക്കെതിരായി. അൾത്താരയിൽ അച്ഛനെന്ന് പ്രസംഗിക്കും. നമ്മുടെ പൂർവികന്മാർ പിടിയിൽ വിരിച്ച് കല്ല് ചുമന്ന് മണ്ണ് ചുമന്നുണ്ടാക്കിയ ദേവാലയം ഇത് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ ഇനി ചോദിക്കാൻ അവരിങ്ങനെ ആവേശം കൊണ്ട് എന്നെ തല്ലിക്കൊന്നില്ല എന്ന് മാത്രം. ഇതൊക്കെ സത്യമാണ് പ്രിയപ്പെട്ടവര്. അങ്ങനെ ആ പ്രഖ്യാപിച്ചത് പിൻവലിക്കാനുള്ള ശ്രമങ്ങളായി പിന്നെ നടക്കുന്നു. ഇതൊക്കെ പിൻവലിക്കാൻ, അങ്ങനെ പിൻവലിക്കാനുള്ള ശ്രമം നടന്നു. പ്രഖ്യാപനം പിൻവലിക്കാനുള്ള ശ്രമം നടന്നു. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നു ടി.എൻ. ജേക്കബിനെ കണ്ടു. അപ്പോൾ ടി.എൻ. ജേക്കബ് അറിയാതെ ഒരു കാര്യം പറഞ്ഞു പോയി. ഞാൻ ഡീനോട്ടിഫൈ ചെയ്യാൻ പോവാം. എന്താ സാറേ? 3 എംഎൽഎമാരെ എനിക്ക് കത്ത് തന്നിരിക്കുക, രേഖാമൂലം. ആരാ സാറേ? അത് ടി.വി. ചന്ദ്രമോഹനൻ, കെ.പി. വിശ്വനാഥൻ, കെ.എസ്. നാരായണൻ നമ്പൂതിരി. നിർത്തിയിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണന്റെ ടെലഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, പിന്നീടാണ് മനസ്സിലായത്, ഒരു സ്പീക്കറ് മുഖ്യമന്ത്രിയേക്കാൾ മീതിയാണ്. അപ്പോൾ മന്ത്രിക്ക് അപേക്ഷ കൊടുക്കാൻ പ്രോട്ടോകോൾ അനുവദിക്കാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ഫോൺ സന്ദേശം എന്ന് ഞാൻ ഊഹിച്ചു. അതുകൊണ്ട് ഞാൻ പിൻവലിക്കാൻ പോവാം. അത് കഴിഞ്ഞ് ടി.എൻ. ജേക്കബ് ഉടനെ പുറത്തേക്ക് പോയി. അല്ല, എൻ്റെ അരിയത്ത് നീങ്ങി പോയി. ഞാൻ KSക്ക് വേണ്ടി ടി.എൻ. ജേക്കബ് സിന്ദാബാദ് റോട്ടിൽ മുന്നേ എഴുതിയൊരു അധ്യാപകനാ, പ്രൈമറി വാര്യാരൻ. അദ്ദേഹത്തിന് അതൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹം ചന്തയിൽ കണ്ട ഒരു പരിചയം പോലും കാണിച്ചില്ല. ഞാൻ ലോനപ്പൻ നമ്പാന്റെ മുറിയിലേക്ക് ചെന്നു. കരഞ്ഞിട്ട് പറഞ്ഞു, പക്ഷേ ഇത് പിൻവലിക്കാൻ പോവാ. പിൻവലിച്ചു കഴിഞ്ഞ് ഉടനെ തട്ടിപ്പൊളിക്കും. ഈ പള്ളിയും ഈ അർണോസിന്റെ വീടും ഒക്കെ പൊട്ടി കളിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികൾ വീടുകള് അല്ലെങ്കിൽ എനിക്കറിയാം, ഇവരൊക്കെ നമ്പർ 1 വർഗീയവാദികളാണ് മാഷേ. എനിക്ക് കെ.പി. വിശ്വനാഥനെയും കെ.എസ്. നാരായണൻ നമ്പൂതിരിയെയും തേരമ്പിൽ രാമകൃഷ്ണനെയും ഒക്കെ അറിയാം. പക്ഷേ അതിലല്പമെങ്കിലും വർഗീയതയില്ലാത്തവൻ ടി.വി. ചന്ദ്രമോഹനാണ്. എന്റെ വാക്കുകളല്ല, ലോനപ്പൻ നമ്പാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ സാറേ ഇത് പിൻവലിക്കും. മാഷ് എന്താ വിചാരിച്ച്? സ്പീക്കർ പറഞ്ഞ മന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നെന്ന് ബൂത്താന്ന് ഈ മൊബൈൽ ഫോണിൽ കൊല്ലം 95 ആലോചിക്കണം. ഞാൻ ആ ഫോണിൽ നിന്ന് ബാബു പോൾ സാറ് എന്നെ ഇതിൽ താങ്ങുന്ന ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ വിളിച്ചു പറഞ്ഞ് കരഞ്ഞിട്ടാണ് സംസാരിച്ചത്. ഈ നമ്പാട മാഷ് പറഞ്ഞത് പിൻവലിക്കുന്നത് പറഞ്ഞു സാറേ. സ്പീക്കർ പോലും പറഞ്ഞ് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എല്ലാം കേട്ട ശേഷം ബാബു പോൾ എന്നോട് പറഞ്ഞു ഫോണിൽ, സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ. പുള്ളിക്കാരൻ അറിയില്ലായിരിക്കാം ഒരു ഗവൺമെന്റ് സെക്രട്ടറിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന്. ജോൺ പേടിക്കണ്ട, ഞാനിവിടെയുണ്ട്. ഞാൻ ഉള്ളിടത്തോളം കാലം അത് പിൻവലിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് തൃശ്ശൂരിലേക്ക് മടങ്ങിപ്പോകാം. ഉരുക്കു മനുഷ്യനായ IAS ഓഫീസർ ആയതുകൊണ്ട് മാത്രം അന്നത് പിൻവലിച്ചില്ല. പിൻവലിച്ചാൽ എന്താണ്ടാവുക? ആവേശം കൊണ്ട്, വികാരം കൊണ്ട് പിറ്റേ ദിവസം പള്ളിയും വീടൊക്കെ പൊളിച്ചു കളയുമായിരുന്നു. ഇത് സത്യമാണ്. ഇനി അർണബോസിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഇവിടെ ഒന്നും പറയാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, സമയമില്ല. ഒന്നാമത് ഈ പൈതൃകങ്ങള്, ലോക പൈതൃകങ്ങൾ എത്ര വിശിഷ്ടമാണ് അറിയാമോ? ഇവിടെയുള്ള പഴയ ദേവാലയങ്ങളൊക്കെ വൈദികര് പൊളിച്ചു കളഞ്ഞിട്ട് യൂറോപ്പിലെയും ജെറുസലേമിലെയും പഴയ പള്ളികൾ കാണിക്കാൻ തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കുക. ആകെ പരസ്യ ബോർഡുകളാ, പ്ലേ കാർഡുകളാ, ബാനറുകളാ. ആരെങ്കിലും മിണ്ടാനുണ്ടോ? ഇവിടെ അങ്കമാലിയിലും എറണാകുളത്തും കിഴക്കോട്ട് തിരിയണോ പടിഞ്ഞാട്ട് തിരിയണോ അൾത്താരയിലേക്ക് തിരിച്ചു തിരിയണോ? 2 ഗ്രൂപ്പാ. പക്ഷേ പഴയ പള്ളി പഠിച്ചു കളയണോ? ഈ 2 ഗ്രൂപ്പും ഒന്നാ. അവരാരെങ്കിലും ഏതെങ്കിലും വൈദികർ കേരളത്തിൽ ഒരു പഴയ ദേവാലയം പൊളിച്ചു കളഞ്ഞപ്പോൾ തെറ്റായി പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞ 2 ഗ്രൂപ്പാണ്. പഴയ പള്ളി പൊളിച്ചു കളയുന്ന കാര്യത്തിലോ ഇവര് 2 പേരും ഒന്നാ. മിനിമം പരിപാടിയിൽ ഒന്നാ. ഇവര് പൊളിച്ചാലേ മറ്റൊരു എതിർക്കും, മറ്റൊരു പൊളിച്ച. അപ്പൊ അവര് അത് ആ പൊളിക്കുന്ന കാര്യത്തില് അങ്ങനെ കേരളത്തിന്റെ ക്രൈസ്തവ സഭകളുടെ ചരിത്രങ്ങളും പൈതൃകങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുരോഹിതന്മാരാണ്. ഈ ജോസഫ് ജോൺ കീത്തറയെ പോലുള്ളവർക്ക് ഉറക്കെ പറയുന്ന കേട്ടോ. ഞാൻ ആവേശം കൊണ്ട് പറഞ്ഞു പോയതല്ല, 53 കൊല്ലത്തെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ. എന്നിട്ടോ എനിക്ക് കള്ളക്കേസുകളൊക്കെ ഉണ്ടായി. ഞാൻ 2 പ്രാവശ്യമാണ് ക്രിമിനൽ കോടതിയിൽ, വടക്കാഞ്ചേരി കോടതിയിൽ പോയിട്ടുള്ളത്. ഒന്ന് 1959 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി. അമ്മ ഞാൻ പഴയ കുർബാനയ്ക്ക് കൂടിയിരുന്നു. ഇവിടെയുള്ളവർക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ.
സുറിയാനി കുർബാനയുടെ അൾത്താരേഷുക. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ഈ സ്കൂളുകൾ പിക്കറ്റ് ചെയ്യാൻ ആളുകൾ കൊണ്ടും. എൻ്റെ വീട്ടിൽ മക പത്നിയ, എൻ്റെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അമ്മ കൂലിപ്പണിക്ക് വല്ലപ്പോഴും പോയിട്ട് വേണം ജീവിക്കാൻ. ഞാൻ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. നല്ല പൂട്ടും കടലൊക്കെ കിട്ടും. ഞാൻ പോയിട്ട് ഈ സത്യാഗ്രഹത്തിന് എല്ലാ ദിവസം പോകും. അങ്ങനെ സത്യാഗ്രഹത്തിന് മുണ്ടത്തിക്കോട് സ്കൂളിൽ സത്യാഗ്രഹം ചെയ്ത് വടക്കാഞ്ചേരി ഞാൻ ആദ്യം അന്ന് കണ്ടത്. അങ്ങനെ വടക്കാഞ്ചേരി കോടതിയുടെ ഉള്ളിൽ ചെയ്ത് വരിയാക്കി നിർത്തി. അപ്പോൾ ഒരു പെങ്ങളുടെ മാതിരി ഒരു പെണ്ണാണ് അത് സീറ്റിലിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ വിവരമൊന്നും അറിയില്ല. അങ്ങനെ വരിയായിട്ട് ചെന്നു. അപ്പം എന്നോട് ചോദിച്ചു, ജോണി എൻ്റെ പേര് ഇങ്ങനെ ഇവർക്ക് നിശ്ചയം വരിയാക്കി നിർത്തിയിട്ട് പോലീസ് പേര് എഴുതിക്കുക, അതൊന്നും ചിന്തിക്കാൻ എനിക്കറിയില്ല. ഞാൻ എൻ്റെ വരി അങ്ങനെ ചെന്നപ്പോൾ പറഞ്ഞു, ജോണി നിങ്ങൾ ഇനി ഇതുപോലെ കുട്ടി ഇതുപോലെ ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നോട് പൊക്കോളാൻ പറഞ്ഞാൽ പോയി. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് കോടതിയിൽ ചെന്നത് അമ്മ. പിന്നെ ചെന്നത് ഇവിടെ മതിൽ പൊളിച്ചു, വേലൂർ ഉസ്താദിന്റെ മതിൽ പൊളിച്ചു. അപ്പോൾ ഞാൻ അതിനെ എതിർത്തു. ഞാൻ ആ പുസ്തകം മതിൽ പൊളിച്ചപ്പോൾ എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം. തരാൻ കയ്യിൽ കോപ്പിയില്ല കേട്ടോ, വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എത്ര വേണം തരാൻ. വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോ എൻ്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കി. പള്ളിയിൽ എന്തൊരു പ്രശ്നമുണ്ടായി. അർണോസ്മാരിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമേ വേറെ ഏതൊരു പ്രശ്നം. ഞാൻ പ്രായം ചെന്ന വയസ്സ് എന്ന എൻ്റെ അമ്മയെ വീട്ടിൽ നോക്കുക. 10 മണി സമയമാണ്. അപ്പോ അച്ഛനെ തല്ലാൻ കല്ലേത്ത് മാഷ് ചെന്നു. അങ്ങനെ കുറച്ച് ആളുകൾ ഇരുന്ന് കള്ളക്കേസുണ്ടാക്കി. അങ്ങനെ കള്ളക്കെ അന്നാണ് ഞാൻ കൂട്ടിൽ നിന്നത്. മറ്റു വരിയാക്കിയിട്ട് നിർത്തുമായിരുന്നു ആ സ്ത്രീയുടെ. ഇപ്പോഴും ഒരു മകളെ പോലെയുള്ള സ്ത്രീയായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ കൂട്ടിൽ കയറി നിന്നു. ആദ്യമായിട്ട് ചരിത്രത്തിലെ ഒരു ക്രിമിനൽ കോടതിയിലെ പ്രതികൂട്ടിൽ നിന്നത് പള്ളി കള്ളക്കേസ് കൊടുത്തിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുമ്പോൾ പള്ളിക്ക് ശത്രു എന്ന് വിചാരിക്കരുത്. ഞാൻ കൊമ്പയിട്ട് എന്നും കുർബാനയ്ക്ക് പോകുന്നുള്ള നിങ്ങളെ സംശയിക്കേണ്ട. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. എനിക്കറിയാം. ഞാനിപ്പോൾ ഈ പള്ളിയിൽ പലരും എതിർക്കുന്നവരോട് പറയും, ഇത് കർത്താവിൻ്റെ കാലത്ത് ഇങ്ങനെയാണ്. ഈ കർത്താവ് ചുങ്കക്കാരെയും പാപികളുടെ കൂടെയൊക്കെ പോയി ഭക്ഷണം കഴിച്ചിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും അച്ഛന്മാരുടെ കൂടെ കട്ടൻ കാപ്പി കുടിച്ചതെങ്കിലും വായിച്ചിട്ടുണ്ടോ ബൈബിളിൽ? എന്തിനാ നിങ്ങൾ ഇത് കർത്താവിൻ്റെ ഇത് പേരും മറ്റൊന്നും ഒഴിയണം? അവർക്ക് ഒഴിയുന്നതാ ഇഷ്ടം. അവൻ പള്ളിക്ക് വരികട്ടോ എന്ന് പറയാൻ അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആവരുത്. ഞാനങ്ങനെയല്ല, ഞാൻ എന്നും കുർബാനയ്ക്ക് പോകും. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ കള്ളക്കേസ് കൊടുത്തിട്ടാണ് ഞാൻ ആ കൂട്ടിൽ നിന്നത്. ഞാൻ കൂടുതലൊന്നും പറയണില്ല, നീ സമയം വൈകിട്ട് നിൽക്കല്ലേ. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, കണ്ടമാനം കാര്യങ്ങളുണ്ട്. 53 കൊല്ലമായി ഇത് പ്രവർത്തിക്കുന്നു. അപ്പോൾ അനേകം കാര്യങ്ങളുണ്ടാവും. എന്തായാലും ജോസഫ് ജോണ് ഇപ്പോൾ ആ അർണോസിൻ്റെ വീട് ആകെ ജീർണിച്ച് പൊത്തും പോതായിട്ട് നിൽക്കുക. ഞാൻ ഒരു അപേക്ഷ വയ്ക്കുകയാണ്. നിങ്ങളുടെ നേതൃത്വത്തിൽ ഈ ഹിസ്റ്റോറിക്കൽ ഇതിൻ്റെ പേരിൽ ഒരു സത്യാഗ്രഹം ഇവിടെ ചെയ്യണം എന്ന്. നിങ്ങളുടെ ആഭിമുഖ്യത്തിൽ ബാനറിൽ ഞാൻ അവിടുന്ന് കുറേ ആളുകളെയൊക്കെ കൊണ്ടുവരാം. പള്ളി അത് അവർ ചെയ്യണവർ അവർ ചെയ്യട്ടെ. അർണോസ് അക്കാദമി അത് അവർ ചെയ്യട്ടെ. ഒന്ന് ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ അർണോസ് പാരിയെ സംബന്ധിച്ച് 2 വാക്ക് കൂടി പറയാം. സംസ്കൃത ഭാഷ ഇന്ത്യയുടെ എല്ലാ മൂല്യങ്ങളും ആർഷഭര സംസ്കാരത്തിന്റെ മഹത്തായ ഗ്രന്ഥങ്ങൾ കുടികൊള്ളുന്നത് സംസ്കൃത ഭാഷ. ഈ സംസ്കൃത ഭാഷ വിശേഷർക്ക് പഠിക്കാൻ പറ്റില്ല. അവര് ക്രൈസ്തവരായതുകൊണ്ട് അവരെ ഇവർ പഠിപ്പിക്കില്ല. ബ്രാഹ്മണരല്ലാത്തവരെ പഠിപ്പിക്കില്ല. ഇനി ഇവര് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കടല് കടന്നാൽ അവർ ഹിന്ദു അല്ലാതായി തീരും. അതുകൊണ്ട് സംസ്കൃതം ബ്രാഹ്മണരുടെ കയ്യിൽ കുടുങ്ങി കിടക്കുന്ന ഒരു ദേവഭാഷയായിരുന്നു. 100 കൊല്ലം കഴിഞ്ഞ തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജിലെ ഒരു വാർത്ത മാതൃഭൂമിയിൽ ഞാൻ വായിച്ചു. 100 കൊല്ലത്തെ ചരിത്രം. അതിനിടക്കാലത്ത് വെച്ച് ഒരു ഈഴവ വിദ്യാർത്ഥി അവിടെ പഠിക്കാൻ വന്നു. ബഹളമായി. ഇത് ബ്രാഹ്മണർക്ക് പഠിക്കുന്ന സ്ഥാപനം, ഈഴവർക്ക് പറ്റില്ല. മാതൃഭൂമിയിലെ ലേഖനമായിരുന്നു. എന്നിട്ടോ ഒച്ചപ്പാടായി ബഹളമായി അവസാനം ഒത്തുതീർപ്പായി ഒരു പ്രത്യേക ക്ലാസ് മുറി അനുവദിച്ചിട്ടാണ് ഹൈന്ദവനായ ഈഴവ വിദ്യാർത്ഥി കേരളത്തിൽ തിരുവനന്തപുരത്ത് പഠിച്ചത്. ഉടുപ്പി പേജാവർ മഠത്തിലെ ജൂനിയർ വിശ്വവിദ്യാർത്ഥി കനഡയിലേക്ക് പോയി. അദ്ദേഹം പോയി വരുമ്പോഴേക്കും ഇപ്പൊ ഈ മത്രമാരും അച്ഛന്മാരും കോക്കസുമാരും മറ്റ് സന്യാസിമാരും മീറ്റിംഗ് കൂടി. കടലിനെ മീതെ വിശ്വവിദ്യാതീർത്ഥ പറഞ്ഞത് കൊണ്ട് ഹീസ് നോ മോർ എ ഹിന്ദു, ഹി ഷുഡ് ഇമ്മീഡിയറ്റ്ലി റിസൈൻ. ഇത് നമ്മൾ പറയണം.
സന്യാസിമാർ യോഗം ചേർന്ന് തീരുമാനിച്ച് സ്വാമി വന്നപ്പോ പറഞ്ഞു, സ്വാമി അങ്ങിപ്പോ ഹിന്ദുവല്ല, അങ്ങ് കടലിന് മീതെ പറന്നില്ലേ, നമ്മുടെ പുരാണങ്ങൾ അങ്ങനെയാണ്, അപ്പോ രാജിവെക്കണം. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പത്രങ്ങൾ ഞാനിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ആ സ്വാമി രാജിവെച്ചു. ഞാനിത് പറഞ്ഞത് സംസ്കൃത ഭാഷ പഠിക്കാനും പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് 325 കൊല്ലം മുമ്പ് ലോക ജനതയ്ക്ക് വേണ്ടി അർണോസ് പാദ്രി ഗ്രമാറ്റിക്ക ഗ്രന്ഥോണിക്ക എന്ന് പറയുന്ന സംസ്കൃത വ്യാകരണം തയ്യാറാക്കി അയച്ചത്. അതിന്റെ കോപ്പി എന്റെ മക്കളുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട്. ജർമ്മനിയുടെ യൂണിവേഴ്സിറ്റി പാതാക്കി അത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴാണ് 325 കൊല്ലം മുമ്പ് 252 പുസ്കേപ്പ് പേരിലുള്ള ഗ്രമാറ്റിക് ഗ്രന്ഥോണിക്ക എന്ന സംസ്കൃത വ്യാകരണം യൂറോപ്പിന് വേണ്ടി അർണോസ് പാദ്രി തയ്യാറാക്കിയത് നിങ്ങൾ ആലോചിക്കണം. ഇതിന്റെ മഹത്വം ക്രിസ്ത്യാനിക്ക് അറിയില്ല, ആർക്കും അറിയാം, വേറെ കാര്യം പോട്ടെ. എനിക്ക് 53 കൊല്ലം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അതേപോലെ ഡിക്ഷണറി വായിച്ചാലോ നമ്മൾ അന്തം വിട്ടു പോകും. ഞാൻ 2 ഉദാഹരണം പറയാം. ഞാൻ ശബ്ദധാരാവലി എടുത്തു നോക്കി, ഇതെടുത്തു നോക്കി. അതിലെ ഇംഗ്ലീഷ് അർത്ഥം കൊടുത്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അച്ചടിച്ചിട്ടുള്ള 1986 വത്തിക്കാൻ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. ഈ ഗ്രമാറ്റിക്ക ഗ്രന്ഥോണിക്ക റോമിലെ പുരാതനമായ ഒരു ആശ്രമത്തിന്റെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയതാണ്. എന്താ ഈ ഡിക്ഷണറിയിലെ പ്രത്യേകതകൾ? വാക്കുകൾ കേട്ട് അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഹൈന്ദവ സംസ്കാരത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളയിട്ടിറങ്ങിയ ഒരു മഹാപണ്ഡിതൻ നമുക്കിതിൽ മനസ്സിലാവും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ ഒരു ഉദാഹരണം പറയാം, 2 ഉദാഹരണം. കാളിന്ദിയെ കുറിച്ച് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അർത്ഥം, എ ഹോളി റിവർ കോൾഡ് യമുന. യമുന എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിശുദ്ധ നദി. The very word of holiness, വിശുദ്ധ, കാളിന്ദിയുടെ വിശുദ്ധി ലോക ജനതയ്ക്ക് തന്നെ നിഘണ്ടുവിൽ കൂടി പറഞ്ഞു കൊടുക്കുന്നു. അതേസമയം ഒരു ടൺ കണക്കിന് ഭാരമുള്ള ശബ്ദധാരാവലി നിങ്ങൾ എടുത്തു നോക്കിയോളൂ, ഈ വിശുദ്ധിയുടെ പദം അതിൽ കാണില്ല. കുറ്റം പറയല്ല, അതില്ല. വെട്ടമാണിയുടെ പുരാണ കണ്ടൊക്കെ വരണം പിന്നെ ഇതൊക്കെ കാണാനായിട്ട്. അതങ്ങനെ പോട്ടെ. ഇനി ഗംഗാനദിയെ കുറിച്ച് ശബ്ദധാരയിൽ നിങ്ങൾ നോക്കിയോളൂ. ആദ്യത്തെ അർത്ഥം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദി, ദ ഫസ്റ്റ് മീനിങ്. പിന്നീട് കുറെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അർണോസ് പാദ്രി കൊടുത്ത ആദ്യത്തെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദ സോൾ റെമഡി ടു വാഷ് സിൻസ് ഇഫ് സംബഡി ടേക്സ് ബാത്ത് ഇൻ ദ വാട്ടർ. പാപവിമോചനത്തിന് ഇതിലെ സ്നാനമാണ് ഏകമാർഗം. ഇഫ് ഹി ഡൈസ് ഇൻ ദ വാട്ടർ ഹി ഡയറക്ട്ലി ഗോസ് ടു ഹെവൻ. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നു. ഈ വക അർത്ഥങ്ങളൊന്നും പ്രിയപ്പെട്ടവരെ നമ്മുടെ മലയാളം നിഘണ്ടുക്കളിലില്ല. ഇത്രയും അത്ഭുതം പറഞ്ഞ ഒരു മനുഷ്യന്റെ സ്മാരകമാണ് പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പള്ളിയിലെ ചില കാര്യങ്ങൾ ഞാൻ പറയാം, 2 കാര്യങ്ങൾ പറയാം. അർണോസിന്റെ പള്ളിയിൽ നിന്ന് പലപ്പോഴും എഴുതിയിട്ടുണ്ട്, അച്ഛന്മാര് പ്രസംഗിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഒരു ഡയറക്ടറി ഉണ്ട്, നിങ്ങൾക്ക് കാണാം ഡയറക്ടറി. പള്ളിയുടെ രൂപതയുടെ എല്ലാ പള്ളിയുടെയും ചരിത്രം അതൊക്കെ വെച്ചിട്ട്. ഇതൊന്നും ബിഷപ്പ് കാണുന്നില്ലല്ലോ, ചില അച്ഛന്മാരല്ലേ പ്രയോഗിക്കുന്നത്. അപ്പൊ അതിൽ എഴുതിക്കുക പള്ളിയുടെ സ്ഥാപനം 1964. അതിങ്ങനെ ഭാവിയിൽ അടിച്ചു പോകുമ്പോൾ പള്ളി അർണോസിന്റെ എല്ലാം. ഞാൻ നിർത്തുന്നു. അർണോസ് പാദ്രി സ്മാരകങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയംഗമായ മനസ്സും വാക്കും പ്രവൃത്തിയും പിന്തുണയും ഉണ്ടാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തട്ടെ. എനിക്കിന്ന് കള്ളിയത്ത് മാഷിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത്, സാറ് ജർമ്മനി പോയിട്ട് ലോക മലയാള സമ്മേളനത്തിൽ പ്രസംഗിച്ചൊരു കാര്യം ഡോക്ടർ ഡി ബാബു പോൾ ഈ കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് പറഞ്ഞതാണ്. അന്ന് സാറ് ഈ വേദിയിൽ, ഇത്രയും വലിയ ഒരു വേദിയിൽ വന്നത് വസ്ത്രം ധരിച്ചോ എന്ന് ചോദിച്ചാൽ വസ്ത്രമുണ്ട്. പക്ഷെ അന്നത്തെ പത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രം ധരിച്ചാണ് സാർ അന്ന് വേദിയിലെത്തിയത്. ഇത് പറഞ്ഞത് ഡോക്ടർ അന്തരിച്ച നമ്മുടെ മുൻ സെക്രട്ടറി ആയിരുന്ന ഡി ബാബു പോൾ അവറുകളാണ്. സമയത്തിൻ്റെ പരിമിതി മൂലം സാറ് നിർത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം സാറ് പറഞ്ഞു, അവിടെ ഒരു സത്യാഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പം ഞാൻ വരില്ല എന്ന് പറഞ്ഞാലും മാഷ് എന്നെ അവിടെ എത്തിക്കും.
വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ വേറൊരു അവസ്ഥ. നന്ദി മാഷേ, ഇത്ര നല്ലൊരു പ്രസംഗം ഞങ്ങൾക്ക് കാഴ്ചവെച്ചത്. അടുത്തതായിട്ട് കൃതജ്ഞത പറയാൻ ചിറക്കൽ നാരായണൻകുട്ടി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ പൈതൃക സംരക്ഷണത്തെ സംബന്ധിച്ച് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള, ഏറ്റവും വിലപിടിച്ച ഒരു പ്രഭാഷണം നേരിട്ട് നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള നിരവധി ചരിത്ര സ്മാരകങ്ങളെ സംബന്ധിച്ചും ചരിത്ര സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും വളരെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച ഡോക്ടർ ബിനു മോൾ ടോം, പ്രൊഫസർ കർമ്മചന്ദ്രൻ, ബഹുമാന്യനായ ശ്രീ ജോൺ കല്ലിയത്ത് മാഷ്, അതുപോലെ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ ജോസഫ് ജോൺ കീത്ര, ഈ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം സംരക്ഷിക്കുന്നതിന് ഏറ്റവും അനാസ്ഥ കാണിക്കുന്ന ഒരു ജനസമൂഹം വസിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കേരളം. വാസ്തവത്തിൽ ഞാനിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് ഇവിടെ അധികം ആളുകളൊന്നുമില്ല. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിക്കുന്നില്ല. നമ്മളെപ്പോലെ ഇത്രയും ഈ ചരിത്ര സ്മാരകങ്ങൾ, നമ്മുടെ പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൽ അനാസ്ഥ കാണിക്കുന്ന ഒരു ജനസമൂഹം കേരളത്തിലെ പോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയം. അത്രയധികം അനാസ്ഥ കാണിക്കുക. നമുക്ക് വേണ്ടത്ര നിയമങ്ങളുണ്ട്, ഭരണഘടന നമ്മൾ അനുശാസിക്കുന്ന പല നിയമങ്ങളും നമുക്കുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ ഈ നിയമാനുസൃതം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സംസ്ഥാന ആർക്കിയോളജി വകുപ്പ്, ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടും നമ്മുടെ പൗരാണികമായിട്ടുള്ള ഈ സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അലംഭാവം ഒരിക്കലും അനുവദനീയമായിട്ടുള്ള കാര്യമല്ല. അത്രയധികം അലംഭാവം കാണിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളത്. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി ചരിത്രാവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെമിനാറുകളൊക്കെ നടത്തി വരുന്നത്. ഈ സൊസൈറ്റി തന്നെ നിലകൊള്ളുന്നത് ചരിത്രബോധം ജനങ്ങളിൽ ജനിപ്പിക്കുന്നതിനും ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള താല്പര്യം ജനിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ സൊസൈറ്റി തന്നെ നിലകൊള്ളുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ നിരവധി സെമിനാറുകൾ, ചരിത്രാവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി സെമിനാറുകൾ നമ്മൾ ഈ ഹാളിൽ വെച്ചിട്ടും മറ്റ് പല സ്ഥലത്ത് വെച്ചിട്ടും നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പഠനയാത്രകൾ, നിരവധി പഠനയാത്രകൾ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി സംവിധാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തു. കേരളത്തിലെ മാത്രമല്ല, കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാനായിട്ട് നമ്മുടെ അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി യാത്രകൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും അതിങ്ങനെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിലും നമ്മൾ യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, ശുചീന്ദ്രം തുടങ്ങിയിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 21, 22, 23 തീയതികളിൽ ആ യാത്ര വരാൻ പോവുകയാണ്. അതിനും പുറമെ മാർച്ച് മാസം 1-ാം തീയതി മുതൽ 7 ദിവസത്തോളം നമ്മൾ കർണാടക സ്റ്റേറ്റിലുള്ള ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഈ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി ചെയ്യുന്ന ഇത്രയധികം സേവനങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ എവിടെയെങ്കിലും നടത്തുന്നുണ്ടോ എന്നുള്ളത് കാര്യം പോലും സംശയമാണ്. ഈ സന്ദർഭത്തിലാണ് ഭരണഘടന അനുശാസിക്കുന്ന ചരിത്ര സ്മാരക സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകളെ സംബന്ധിച്ചും അതിൻ്റെ സംരക്ഷണം എത്രമാത്രം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഭരണഘടന നിലകൊള്ളുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ഭരണഘടനയും ഈ ചരിത്ര സ്മാരക സംരക്ഷണത്തിനും വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ എത്രമാത്രം ഇവിടെ നടപ്പിലായി വരുന്നു എന്നുള്ളത് വിലയിരുത്തുന്നതിനും വേണ്ടി നമ്മൾ ഈ സെമിനാർ ഇവിടെ നടത്തി വരുന്നത്. അപ്പോൾ ഈ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലഘട്ടം, അത് മാത്രമേ ഇപ്പം നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ.
ഇതിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഒരു പ്രഭാഷണം ഇവിടെ നടന്നു. അതിന് പ്രൊഫസർ പിരുമോൾട്ടോ അവരോടുള്ള അഗൈതവമായ നന്ദി ഈ സന്ദർഭത്തിൽ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിക്കും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രകാശിപ്പിച്ചുകൊള്ളും. അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ള 2 വ്യക്തികൾ ഈ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ കേരള ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ചും ജീവിതം മുഴുവൻ ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ച 2 ജീവിതങ്ങളാണ് പ്രൊഫസർ കർമ്മചന്ദ്രൻ മാഷുടെയും അതുപോലെ തന്നെ ജോൺ കള്ളിയത്ത് മാഷുടെയും. ഇത്രമാത്രം ഈ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ടോ? സംശയമാണ്. അവരുടെ ആ ജീവിത ചരിത്രം എല്ലാവരും പാഠമാക്കേണ്ട കാര്യമാണ്. ആ ജോൺ കള്ളിയത്ത് മാഷ് ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രത്യേകം എടുത്തു പറയാൻ, അദ്ദേഹം ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ എത്ര പറഞ്ഞാലും അധികാരിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു വലിയ എത്രയും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകം നിലനിന്നു വരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ത്യാഗ സന്നദ്ധതയുടെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ ഇത്രയും ചരിത്രത്തിൽ പ്രാധാന്യം നേടിയിട്ടുള്ള മലയാള സാഹിത്യത്തിൽ ഇത്രയും സമുന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ അർണോസ് പാദ്രിയുടെ ഈ സ്മാരകം വേലൂരിൽ ഇന്ന് നിലനിൽക്കില്ല, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അങ്ങ് അദ്ദേഹത്തിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അദ്ദേഹവും കർമ്മചന്ദ്രൻ സാറും ഇവിടെ വളരെ കാര്യമായിട്ടുള്ള ഒരു പ്രഭാഷണം ഇവിടെ നടത്തി നമ്മുടെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിൻ്റെ നിയമ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമൊക്കെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് അവർ ഇവിടെ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾക്ക് ഞങ്ങൾക്ക് അഗൈതവമായ നന്ദി ഈ സന്ദർഭത്തിൽ പ്രകാശിപ്പിച്ചുകൊള്ളു. ഇതിന് പുറമെ ഈ സംരംഭം, അതായത് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോസഫ് ജോൺ ചെയ്തു വരുന്ന സേവനങ്ങൾ ഞാൻ ഔപചാരികതയുടെ പേരിൽ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത്. ഈ സെമിനാർ ഇവിടെ നടക്കാൻ തന്നെ കാരണം ഈ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ഒരു സാക്ഷരത ഉണ്ടാക്കാൻ വേണ്ടി ഒരു 12 സെമിനാറുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ 3ാമത്തെ പ്രഭാഷണം ഇവിടെ നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിനോട് തീർത്താൽ തീരാത്ത കൃതജ്ഞതയുണ്ട്. ഈ നാട്ടുകാർക്കും ഈ നമ്മുടെ ഈ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന് തൽപരരായിട്ടുള്ളവർക്കും അദ്ദേഹത്തോടുള്ള കൃതജ്ഞത കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ അറിയിച്ചുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസർ കാത്രിൻ ജമ്മ ഈ ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വിലപ്പെട്ടതാണ്. അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഞങ്ങൾ അവരോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അവരോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ പ്രകാശിപ്പിച്ചുകൊള്ളു. കൂടാതെ ഇവിടെ ഇത്രയും സമയം മുഴുവൻ ഈ പ്രഭാഷണങ്ങൾ കേട്ട് ഈ സംരംഭത്തിനെ ഇത്രമാത്രം വിജയിപ്പിച്ച ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വ്യക്തികളോടും നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അവരോടുള്ള ഹൃദയംഗവുമായ നന്ദി ഈ സന്ദർഭത്തിൽ പ്രകാശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഇത്തരം സെമിനാറുകളിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ യാത്രാ പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.